ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനും കേരളയുടെ ചെയർമാനുമായ നമ്മുടെ പ്രിയങ്കരനായ മമ്മൂക്ക, ഈ അവാർഡിന് ജേതാക്കളെ തിരഞ്ഞെടുത്ത ജൂറി ചെയർമാൻ ശ്രീ ജി വിജയരാഘവൻ, നിഷ, ഈ അവാർഡിൽ വെളിച്ചം വിതറുന്നു എന്ന് ഞങ്ങളുടെ ഡയറക്ടർ ശ്രീ ടി ആർ അജയൻ വിശേഷിപ്പിച്ച മലയാളത്തിന് അഭിനയ മുഹൂർത്തങ്ങൾ മാത്രമല്ല അഭിമാന മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്ന അപർണയും നിഖിലയും. അല്ല, നിഖില എന്ന നാട്ടുകാരിയാണ് അല്ലേ, തലപ്പറമ്പുകാരിയാണ്. ഓളിങ്ങനെ കണ്ണൂർ ഭാഷ ഒരുപാട് ഏണേ എന്നൊക്കെ പറയണതൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ കുറച്ച് കണ്ണൂർ ഭാഷയിൽ ഇവിടെ പ്രസംഗിക്കുമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ. ഇവിടെ കണ്ണൂരുള്ള പലരും ഉണ്ട്, നമ്മുടെ ഉല്ലീഗിനെ പോലുള്ള ആൾക്കാർക്ക് ഇവിടെ ഉണ്ട്. അവാർഡ് ജേതാക്കളെ ഇപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നേ ഉള്ളൂ. ഒരുപക്ഷെ ഈ ഒരു ചടങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകാശവീതി എന്ന് പറയുന്നത് റിപ്പബ്ലിക് ദിനത്തിൽ പത്മഭൂഷൺ അവാർഡോടുകൂടി ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്ന മമ്മൂക്ക. എങ്ങനെ ഈ ചടങ്ങ് ഇത്ര കൃത്യമായി റിപ്പബ്ലിക് ദിനത്തിൽ സംഘടിപ്പിച്ചു എന്നും ആ ദിനത്തിൽ പത്മഭൂഷൺ അവാർഡ് ജേതാവായി ഇതിൻ്റെ അധ്യക്ഷൻ തന്നെ ഇവിടെ വന്നു എന്നുള്ളതും ഞങ്ങൾക്ക് പോലും ഒരു കടങ്കഥയായി മാറിയിരിക്കുകയാണ്. അവാർഡ് ജേതാക്കളെക്കുറിച്ച് എനിക്കിപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അവാർഡ് ജേതാക്കൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല. ശ്രീ ജി വിജയരാഘവൻ പറഞ്ഞതുപോലെ മാനേജ്മെൻറ്റിൻ്റെ യാതൊരു ഇടപെടലുമില്ലാത്ത ഒരു അവാർഡ് നിർണയമാണ് ഈ ഒരു അവാർഡിന് നിദാനമായിട്ട് ഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കൊക്കെയാണ് അവാർഡ് കിട്ടാൻ പോകുന്നത് എന്നുള്ളത് വഴിയേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്നിൽ അർപ്പിതമായിരിക്കുന്നൊരു ദൗത്യമെന്ന് പറയുന്നത് ഒരുപക്ഷെ ഞങ്ങളുടെ നേതൃപദവി അലങ്കരിക്കുന്ന മമ്മൂക്കയെക്കുറിച്ച് രണ്ട് വാക്ക് പറയാന്നുള്ളതാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ ദിവസം ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു അപരാധമായിട്ട് ഭവിക്കുന്നതാണ്. മമ്മൂക്കയ്ക്ക് പത്മഭൂഷൺ ബഹുമതി ലഭിച്ചപ്പോൾ ചില അഭിപ്രായങ്ങൾ ഞാനിങ്ങനെ മാധ്യമങ്ങളിൽ വായിച്ചു. അതിലൊന്ന്, അർഹരായവരുടെ കൈകളിലേക്ക് പത്മ പുരസ്കാരം എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് പത്രത്തിൽ കണ്ടിട്ടുണ്ടാവില്ലേ അത്? അർഹരായവരുടെ കൈകളിലേക്ക് ഞാനൊരു ചെറിയ തിരുത്തു കൊടുക്കുകയാണ്. നമുക്ക് അർഹരായവരുടെ കൈകളിലേക്കും പത്മ അവാർഡ് എത്തിച്ചേർന്നു. രാജശേഖര കറക്റ്റായ? ഞാനതിനൊന്ന് കറക്റ്റായിട്ട് പിടിച്ചിടുക. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 5 വർഷം മുമ്പ് ഇന്ത്യയിലെ പ്രമുഖ വാരികയായിട്ടുള്ള ഔട്ട്ലുക്ക് എന്നോട് പറഞ്ഞു അവരുടെ ബാക്ക് പേജിലെ ഏറ്റവും പ്രസിദ്ധമായൊരു ഡയറിക്ക് മമ്മൂക്കയെ ഇതിവൃത്തമാക്കിക്കൊണ്ട് ഒരു കുറിപ്പ് തരണമെന്ന് പറഞ്ഞു. നമുക്കത് വായിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതെ. അപ്പം ഞാനൊന്നും ആലോചിക്കാതെ എൻ്റെ മനസ്സിൽ നിന്ന് ചില കാര്യങ്ങൾ ആ ഡയറിയുടെ ഭാഗമായിട്ട് ചേർത്ത് വെച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, അന്ന് പത്മശ്രീ ലഭിച്ചിട്ട് 23 വർഷങ്ങൾ കഴിഞ്ഞിരുന്നു. ഞാൻ ഇപ്പോൾ 28 വർഷമായി. പത്മശ്രീ ലഭിച്ച് 23 വർഷം കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് മറ്റൊരു ബഹുമതിക്ക് നമ്മുടെ മമ്മൂക്ക പാത്രമാകാത്തത് എന്നുള്ളത് എൻ്റെ മനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യചിഹ്നമാണെന്ന് ഞാൻ ആ ഡയറി കുറിപ്പിൽ എഴുതിയിരുന്നു. ഇന്ന് ഈ ബഹുമതിക്ക് അദ്ദേഹം പാത്രമായപ്പോഴും പലരുടെ മനസ്സിലേക്ക് വരുന്നൊരു ചോദ്യം, 28 വർഷം കഴിഞ്ഞോ എന്നുള്ളത്. ഈ 28 വർഷം കൊണ്ട് കാലുഷ്യത്തിൻ്റെ ഒരുപാട് പ്രതലങ്ങൾ നമ്മൾ കണ്ടു.
പക്ഷേ ഈ 28 വർഷത്തിനിടയിൽ ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഫുടം ചെയ്തെടുത്ത ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് മമ്മൂക്ക എന്ന് ഞാൻ പറയും. അത്രത്തോളം ഒരുപക്ഷെ തൻ്റെ അഭിനയ പന്താവിൽ മാത്രമല്ല, ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് അദ്ദേഹം എത്രത്തോളം മാറി എന്നുള്ളത് നമ്മുടെ മുമ്പിലൊക്കെ കണ്ടുപോകുന്ന പ്രതലങ്ങളാണ്. കാലുഷ്യവും കന്മഷവുമല്ല, കാതരവും കുളിരുമാണ്, സ്നേഹവും സൗഹാർദ്ദവുമാണ്, സൗമനസ്യമാണ് നമ്മുടെ നാടിനെ അടയാളപ്പെടുത്തുന്നത്. ഒരുപക്ഷെ മമ്മൂക്കയെ അടയാളപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നതും കേരളം നെഞ്ചിലേറ്റുന്ന ഒരുപാട് നന്മകളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതാണ്. 28 വർഷം പറയുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്. മമ്മൂക്ക 26 വർഷമായിട്ട് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. 26 വർഷമായിട്ട് ഇവിടെ ഇരിക്കുന്ന അപർണയും നിഖിലേക്ക് അത്ഭുതപ്പെട്ടേക്കാം. ഈ 26 വർഷത്തിനിടയിൽ ഞാനും മമ്മൂക്കയും തമ്മിൽ ഇതുവരെ കലഹിച്ചിട്ടില്ല. ഇനി ഇത് പറഞ്ഞിട്ട് ആരും കലഹം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കരുത് കേട്ടോ, ഉള്ള കാര്യം പറയാണ്. ആ 26 വർഷമെന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു ഘട്ടമായിരുന്നു. ഒരുപക്ഷെ മമ്മൂക്കയുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഘട്ടമായിരുന്നു. ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരുപാട് ഏടുകൾ പ്രദാനം ചെയ്ത ഒരു 2.5 പതിറ്റാണ്ട് കാലയളവാണ്. ആ 2.5 പതിറ്റാണ്ടിൽ മമ്മൂക്ക എന്നുള്ള ഒരു മികച്ച അഭിനേതാവ് എത്തിപ്പിടിച്ച തലങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പരിശോധിച്ചാൽ ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗവേഷണ വിഷയമായിട്ട് അത് ഭവിക്കും. ഒരുപാട് കാര്യങ്ങളിൽ പുസ്തകം എഴുതുന്ന പല പ്രമുഖന്മാരോട് ഇരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അതിനെക്കുറിച്ച് എഴുതുന്നില്ല എന്ന് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. മമ്മൂക്കയെക്കുറിച്ച് എന്നോടൊരാൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. മമ്മൂക്ക ഏറ്റവും കൂടുതൽ ആരെക്കുറിച്ചാണ് മമ്മൂക്ക പറഞ്ഞത്? ഓവി എഴുതാറൊന്നുമില്ല. ഓവി വാചക കസരത്ത് മാത്രമേ ഉള്ളൂ. അതെ, രാജശേഖരൻ പക്ഷേ ചില എഴുത്തുകളൊക്കെ എടുത്ത് നടത്താറുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ശ്രമിക്കാറുണ്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞത്. നമ്മുടെ ന്യൂയോർക്കിലെ മേയർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഐ ആം യങ് ഡിസ്പൈറ്റ് മൈ ബെസ്റ്റ് എഫേർട്സ് ടു ഗ്രോ ഓൾഡർ. അപ്പോൾ ഞാൻ ആ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് മമ്മൂക്കയെ ഓർമ്മ വരുന്നത്. ഡിസ്പൈറ്റ് ദി ബെസ്റ്റ് എഫേർട്സ് ടു ഗ്രോ ഓൾഡർ ഹി റിമെയിൻസ് ടു ബി ദി യങ്. എനിക്ക് തോന്നുന്നു മമ്മൂക്കയെ കണ്ടിട്ടാണ് മംതാനി ഈ കോട്ടെടുത്തെന്നൊരു സംശയമുണ്ട്. അത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ആർട്ട് ഓഫ് ആക്ടിങ് നമുക്കെല്ലാം അറിയാം, പക്ഷെ ആർട്ട് ഓഫ് ബാലൻസിങ് അതാണ് ഏറ്റവും പ്രധാനം. ഞാൻ മമ്മൂക്കയെ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ആർട്ട് ഓഫ് ആക്ടിങ്ങിനെ പോലെ തന്നെ ആർട്ട് ഓഫ് ബാലൻസിങ് ആണ്. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ആർട്ട് ഓഫ് ബാലൻസിങ്ങിൻ്റെ 2-3 സൂക്തങ്ങൾ ഞാൻ എടുത്തു വെച്ചു. ഇവിടെ പറഞ്ഞാൽ കേൾക്കണ, ഇതൊക്കെ നിങ്ങൾക്കും ബാധ കേട്ടാ ആ വഴിത്താരയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ. സക്സസ് വിത്ത് ഹ്യൂമിലിറ്റി, പവർ വിത്ത് കമ്പാഷൻ, ഇൻ്റലിജൻസ് വിത്ത് വിസ്ഡം. വെറുതെ ഇൻ്റലിജൻസ് ഉണ്ടായിട്ട് കാര്യമില്ല, അത് വിസ്ഡം ആയിരിക്കണം. വിജയരാമൻ സാറേ ഞാൻ പറഞ്ഞത് ശരിയാണ്. അതെ. വെൽത്ത് വിത്ത് ഹെൽത്ത്, അതിന് മികച്ച ദൃഷ്ടാന്തമാണ്. കരിയർ വിത്ത് ഫാമിലി, രാജശേഖര ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കരിയർ വിത്ത് ഫാമിലി. അനദർ കോൺഫിഡൻസ് വിത്ത് കോഷൻ. അഡ്വക്കേറ്റ് CK കരുണാകരനെ തുറച്ചു നോക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വേണ്ട ആർട്ട് ഓഫ് ബാലൻസിങ് ആണ്. ഞാൻ നോക്കുമ്പോൾ ഈ ഒരു ഘടകങ്ങൾ മുഴുവൻ ഒരുപക്ഷെ നിത്യജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തി എന്നത് മമ്മൂക്കയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കമില്ല. നിങ്ങൾക്കും തർക്കമുണ്ടാകാൻ യാതൊരു സാധ്യതയില്ല. ഇവിടെ ജ്വാല അവാർഡിന് പാത്രമാകുന്ന ആൾക്കാരെ പരിചയപ്പെടുത്തുമ്പോൾ ഒരുപക്ഷെ ഞാൻ മുൻകൂട്ടി ഗണിക്കുകയാണ്. എന്താ കാരണം വെച്ചാൽ മുൻ അവാർഡുകളുടെ ഒരു ഗതി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പറയുകയാണ്. ശ്രീ GV ജയരാഘവൻ്റെയും അതുപോലെ നിഷയുടെയും ഒക്കെ തെരഞ്ഞെടുപ്പുകളിലെ ആ ഒരു പ്രത്യേകത എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം പറയുന്നതാണ്. ബിഗ് ഐഡിയാസ് ആർ യൂഷ്വലി സിമ്പിൾ. നമ്മൾ വിചാരിക്കും വലിയ വലിയ ഐഡിയ എന്ന് പറയുന്നത് വലിയ കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ ഈ ജേതാക്കളൊക്കെ അവരൊക്കെ പ്രകടിപ്പിക്കുന്നൊരു പ്രത്യേകതയുണ്ട്.
അവരുടെ ബിഗ് ഐഡിയ എന്ന് പറയുന്നത് വലിയ സിമ്പിളായിട്ടുള്ള ഐഡിയ ആണ്. ചെറിയ സിമ്പിളായിട്ടുള്ള ഐഡിയാസിലൂടെയാണ് ഒരുപക്ഷെ അവരുടെ ജീവിതത്തെയും അവരുടെ സമൂഹത്തെയും അവർ മാറ്റിമറിച്ചിട്ടുള്ളത്. അതായിരുന്നു മുൻകാലങ്ങളിലെ 7 ജ്വാല അവാർഡിലും നമ്മൾ കണ്ടിട്ടുള്ളത്. ഫ്യൂച്ചറിനെ കുറിച്ചുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺസിൽ ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. ദ ബെസ്റ്റ് വേ ടു പ്രിഡിക്ട് ദ ഫ്യൂച്ചർ ഈസ് ടു ക്രിയേറ്റ് ഇറ്റ്. അല്ലാതെ വെറുതെ പ്രിഡിക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു ഫ്യൂച്ചറിനെ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്ത് നമ്മൾ സമയം കളയേണ്ട ഒരു ആവശ്യമില്ല. ശോഭരാജ് പറഞ്ഞ് ഞാൻ പറഞ്ഞ കറക്റ്റാണോ? ഞാൻ പറയണ ശ്രദ്ധിക്കുന്ന ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പേര് പറഞ്ഞത് കേട്ടോ. സ്വാഭാവികമായിട്ടും ഈ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് വനിതാ സംരംഭകരെ ആഘോഷിക്കുന്നതോടൊപ്പം തന്നെ കേരളത്തെ സ്വാധീനിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു തലമാണ്. ആ തലത്തിന് വേണ്ടി ശ്രീ ടി.ആർ. അജയൻ പറഞ്ഞതുപോലെ വിവാദങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് അർത്ഥവത്തായിട്ടുള്ള ഒരു സംഭാവന കൈരളി ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഈ ജ്വാല അവാർഡ് ഞങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആ അവാർഡിൻ്റെ പിന്നിലെ പ്രേരണയും പ്രചോദനവും നമ്മുടെ പ്രിയങ്കരനായ മമ്മൂക്കയാണ്. ജ്വാല അവാർഡിന് പാത്രമാകുന്ന എല്ലാവർക്കും ഞാൻ അഡ്വാൻസായിട്ട് അഭിനന്ദനങ്ങൾ നേരുന്നു. മമ്മൂക്കയുടെ നിറസാന്നിധ്യം ഈ ചടങ്ങിന് ചൈതന്യം പകരുന്നതിൽ അദ്ദേഹത്തിനോടുള്ള എൻ്റെ കടപ്പാടും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.